നീണ്ട 22 വർഷത്തെ കണ്ണീരിനും കാത്തിരിപ്പിനും വിരാമമിട്ടുകൊണ്ട് ആഴ്സണൽ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും മാഞ്ചസ്റ്റർ സിറ്റിയോടും ലിവർപൂളിനോടും നേരിയ വ്യത്യാസത്തിൽ കിരീടം നഷ്ടപ്പെട്ട ഗണ്ണേഴ്സ് ഇത്തവണ ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് ചാമ്പ്യന്മാരായത്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ബോർൺമൗത്തിനോട് അപ്രതീക്ഷിതമായി സമനില വഴങ്ങിയതാണ് ആഴ്സണലിന് വഴിത്തിരിവായത്. സിറ്റി 78 പോയിന്റിൽ കുടുങ്ങിയപ്പോൾ 82 പോയിന്റുള്ള ആഴ്സണൽ തങ്ങളുടെ ലീഡ് 4 പോയിന്റായി ഉയർത്തി അജേയരായി. അവസാന മത്സരത്തിൽ ബേൺലിയെ തകർത്ത ആഴ്സണലിന് ഇനി വരാനിരിക്കുന്ന ക്രിസ്റ്റൽ പാലസിനെതിരായുള്ള മത്സരം വെറുമൊരു വിക്ടറി ലാപ്പ് മാത്രമായിരിക്കും. മിഗേൽ ആർട്ടേറ്റയുടെ തന്ത്രപരമായ അച്ചടക്കവും സെറ്റ് പീസുകളിലെ അപാരമായ മികവുമാണ് ഈ സീസണിൽ ആഴ്സണലിനെ തുണച്ചത്. കോർണറുകളിൽ നിന്ന് മാത്രം ഈ സീസണിൽ 18 ഗോളുകൾ നേടി ഇംഗ്ലീഷ് ഫുട്ബോളിലെ സെറ്റ് പീസ് രാജാക്കന്മാർ എന്ന റെക്കോർഡ് ഗണ്ണേഴ്സ് സ്വന്തമാക്കി. മധ്യനിരയിൽ ഡെക്ലാൻ റൈസിന്റെ അസാധ്യ പ്രകടനവും പ്രതിരോധത്തിലെ പാറ പോലെയുള്ള കരുത്തും എതിരാളികളെ തകർത്തു. 2003-2004 സീസണിൽ ആഴ്സണൽ വെംഗറുടെ വിഖ്യാതമായ ഇൻവെൻസിബിൾ പടയ്ക്കു ശേഷം ഇതാദ്യമായാണ് ആഴ്സണൽ പ്രീമിയർ ലീഗ് ട്രോഫി ഉയർത്തുന്നത്. ഒരു തലമുറ മുഴുവൻ കാത്തിരുന്ന കിരീടം സ്വന്തമാക്കിയതിലൂടെ അർട്ടേറ്റയും സംഘവും ആഴ്സണലിന്റെ ക്ലബ് ചരിത്രത്തിൽ തങ്ങളുടെ പേര് സ്വർണ്ണലിപികളാൽ എഴുതി ചേർത്ത് കഴിഞ്ഞു. പ്രീമിയർ ലീഗ് കിരീടം ഉറപ്പിച്ചതോടെ ഫുട്ബോൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്കാണ്. മെയ് 30 നടക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ആഴ്സണൽ PSG-യെ നേരിടും. പ്രീമിയർ ലീഗിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കൂടെ സ്വന്തമാക്കിയ ഒരു ചരിത്ര ഡബിൾ പൂർത്തിയാക്കാൻ അർട്ടേറ്റയുടെ പടയ്ക്ക് സാധിക്കുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.